ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു മിസ്റ്റി മോർണിംഗ് ആണ്. രാവിലെ കുറച്ച് സമയം ഉണ്ടായതുള്ളൂ കേട്ടോ. ഞാൻ എണീറ്റ് വന്ന് പുറത്ത് നോക്കിയപ്പോൾ തന്നെ മൊത്തത്തിലൊരു മഞ്ഞും ഒക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ടില്ലേ, ഒരു മാസത്തോളമായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. എന്താ പറയുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആദ്യം കുറച്ച് ദിവസം ഒരു മടിയായിട്ട് അങ്ങനെ നിന്നു, പിന്നെ എന്താ മടി അങ്ങനെ കൂടി. അതന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു സൈഡ് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു കേട്ടോ. ഒരുപാട് പേര് വീഡിയോ മിസ് ചെയ്യുന്നു, വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് മെസ്സേജസും എല്ലാം വന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. നമ്മളെ കുറച്ച് കാലം ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. എന്താ പറയുക, വീഡിയോസ് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇതിൽ എനിക്ക് രസമായിട്ട് തോന്നിയത്, ഞാൻ ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കാലം വീഡിയോ ഒന്നും ഇടാതെ ഭയങ്കര ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ വന്നിട്ട് എല്ലാവരും ഞെട്ടിക്കാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അല്ല കേട്ടോ സത്യം. ഏതായാലും അന്വേഷിച്ചവർക്കും കമൻറ്റ് ചെയ്തവർക്കും മെസ്സേജ് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കാര്യമായിട്ട് ഒരു മാസത്തോളമൊന്നും വീഡിയോ ഇടാതിരിക്കാൻ മാത്രമുള്ള അസുഖം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ചെറിയ പനിയും ജലദോഷമൊക്കെ അതൊക്കെ പാർക്കാനില്ലാത്തല്ലേ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വോയിസ് തന്നെ മനസ്സിലാകുന്നുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷനാണ് കേട്ടോ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി കൂടുതൽ സംസാരിച്ച് നിൽക്കുന്നില്ല, നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അറിയാലോ, വർക്കിൻ്റെ ആകുമ്പോൾ രാവിലെ നമുക്ക് ഒരുപാട് വർക്കുകളുണ്ടാവും. ഹോളിഡേ ആണെങ്കിലും ഉണ്ടാവും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും എല്ലാം കൂടി ബിസിയുള്ള ടൈമാണ് രാവിലെ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളപ്പത്തിൻ്റെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുക വെച്ചിട്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ അതും കൂടിയും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് വെള്ളപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തലേദിവസം രാത്രിയിൽ അരിയും തേങ്ങയൊക്കെ കുതിരാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് കുതിരാൻ വേണ്ടി ഇട്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാരണ ഞാൻ രാത്രി ഒരു ഉച്ചയ്ക്കാകുമ്പോൾ അരി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും, എന്നിട്ട് രാത്രിയിൽ അരച്ച് വെച്ചിട്ട് രാവിലെയാണ് വെള്ളപ്പം ഉണ്ടാക്കൽ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല, അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അരി മോശം ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചോറ് കൂടിയതുകൊണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ഓരോ ഇത് പറഞ്ഞിട്ട് നമ്മൾ അതങ്ങനെ സമാധാനിക്കും. എന്നാൽ ഞാൻ പറയുന്ന പോലെ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തിട്ട് രാവിലെ അരച്ചിട്ട് അപ്പം ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫ്ലോപ്പ് ആവുകയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അരിയൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 4-5 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകണം കേട്ടോ. അതിൻ്റെ ആ ഒരു പശ കംപ്ലീറ്റ് ആയിട്ട് പോകണം. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ 1 കപ്പ് അരിൻ്റെ ആ ഒരു കണക്കിലാണ് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാം ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതിൽക്കൊരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ തേങ്ങ ചേർക്കുക. പിന്നെ 1/4 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര എന്തായാലും ചേർക്കണം, എന്നാലേ ഈസ്റ്റ് ഫെർമെൻ്റ് ആവുള്ളൂ. പിന്നെ വേണ്ടിയത് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ്. ഞാൻ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല വലിയ ഉണ്ടായിട്ടുള്ള ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അത് ഉപയോഗിക്കലില്ല തോന്നുന്നുണ്ടല്ലേ. ഇനി അതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കി വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം. ഇത്രയാണ് നമ്മളിതിൽ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു അരി ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രൂപത്തിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കൂടുതലായി പോകാനേ പാടില്ല. കാരണം രാവിലെ നമ്മൾ ഇതിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുക ചെയ്യുക. വെള്ളം കൂടിപ്പോയാൽ അറിയാലോ അപ്പം ശരിയാവില്ല. അപ്പോൾ എന്താ പറയുക, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് പാകത്തിന് കട്ടിയിൽ കലക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ആ ജസ്റ്റ് അരി ഒന്നിങ്ങനെ മൂടി നിൽക്കുന്ന പാകത്തിൽ മാത്രമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നാലും ഇതൊക്കെ കുതിർന്ന് വരും കേട്ടോ. നമുക്കിതിന്ന് അരക്കാൻ നേരത്തെ രാവിലെ വെള്ളം ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കി ആ ഈസ്റ്റൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ടാവില്ലേ.
അങ്ങനെ ഒരു ഓവർനൈറ്റ് നമ്മളിതിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് നമുക്ക് രാവിലെ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി കിട്ടിയതിന് ശേഷം ഉണ്ടല്ലോ, പിന്നെ എനിക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ നന്നാവാതിരുന്നിട്ടേ ഇല്ല കേട്ടോ. പിന്നെ മിക്സി ഏതാണെന്നൊക്കെ ചോദിക്കലുണ്ട്. നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാത്തവരായിരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മൾ സുജാതൻ്റെ ഡൈനാമിക്സ് ആണ് കേട്ടോ മിക്സി യൂസ് ചെയ്യണത്. 3 ജാറ് വരുന്നത്, സ്റ്റീലിൻ്റെ 3 ജാറ് വരുന്നത്. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അരച്ച് വെക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാവ് പൊങ്ങി വരാനൊന്നും ഒരു അരമണിക്കൂർ ഇരുന്നാൽ തന്നെ കറക്റ്റ് അത് പതഞ്ഞ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. നമ്മൾ രാത്രി തന്നെ അരച്ച് വെക്കുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് അത് കുറേ സമയം ഇരിക്കില്ലേ. അപ്പോൾ അത്രയും സമയം ഇരിക്കുമ്പോഴത്തേന് അത് നല്ലോണം പൊങ്ങി, പിന്നെ അത് എന്താ പറയുക, താഴ്ന്ന പാത്രത്തിൽ നമുക്ക് തുറന്ന് രാവിലെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക കൺസിസ്റ്റൻസിയിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടാവും. അതാണ് പിന്നെ രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കേട്ടോ. ഞാൻ ഈ കാര്യം എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ട് എനിക്ക് ഈ റെസിപ്പി ഞാൻ ചെയ്ത് നോക്കി എനിക്ക് സക്സസ് ആയപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഉമ്മക്ക് രാവിലെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ പറയുക, ഒരു ദിവസം അരി വെള്ളത്തിലിടാൻ മറന്നുപോയി നോമ്പിൻ്റെ സമയത്ത്. അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം അരച്ചിട്ട് അപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ലോണം നന്നായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഇതേ റെസിപ്പി തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളെ മാവ് നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചൊരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുക. അരമണിക്കൂർ കൊണ്ട് അത് കറക്റ്റായിട്ട് പതഞ്ഞ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കൂടുതൽ വെള്ളമൊന്നും പിന്നെ ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ ഇല്ലേ, അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അരമണിക്കൂറൊക്കെ പെട്ടെന്നാവൂലേ. ഞാനിപ്പോൾ തലേദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ട നമ്മളിങ്ങനെ ട്രേ എടുക്കലാണ് ഒരുമിച്ച്. അപ്പോൾ അത് രാത്രിയാകുമ്പോൾ കഴുകിയിട്ട് ഇങ്ങനെ വെക്കലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ രാവിലെ നമുക്കതൊന്ന് എന്താ പറയുക തുടച്ചെടുത്ത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്റ്റാൻഡിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളിന്ന് ഈ ഒരു അപ്പത്തിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു അടിപൊളി ക്രീമി എഗ്ഗ് കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ പോവാണ്. ഞാനിപ്പോൾ മുട്ട പുഴുങ്ങാൻ അഗാരോൻ്റെ ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്ത സമയം തൊട്ട് ഇപ്പോഴും ഇതിൻ്റെ പറ്റിയിട്ടുള്ള എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം ഞാനിത് അസക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പക്ഷേ അവളിപ്പോൾ കൊണ്ടുപോയിട്ടില്ല, അവളിപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ 2 ലെവലിൽ നമുക്ക് വെള്ളം വെക്കാം, മാക്സിമം മിനിമം ഉണ്ട് കേട്ടോ. അപ്പോൾ മിനിമം ലെവലിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രേയാണ് നമ്മൾ മുട്ട പുഴുങ്ങാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫുഡ് ഗ്രേഡോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്, ചൂടാക്കി അത് ഉരുകി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈ അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലൊന്നും തട്ടാതെ പൊള്ളാതെ നമുക്കിത് വെക്കാനും എടുക്കാനും ഒക്കെ പറ്റും. ഇതെനിക്ക് നല്ലൊരു സൗകര്യമായി തോന്നിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 360 ഡിഗ്രിയിൽ ആണ് ഇതിൻ്റെ എന്താ പറയുക, നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് ഈ ഒരു ജാറ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ, പിന്നെ നമുക്കിത് എന്താ പറയുക വയർലെസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. അതായത് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബൗള് അങ്ങനെ തന്നെ എടുത്ത് മാറ്റിയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് സെർവ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് വറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഇതിന് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സേഫാണ്, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനും സേഫാണ്. പിന്നെ ഇതിന് ഒരു മുട്ട പുഴുങ്ങൽ മാത്രമല്ല ഒരുപാട് യൂസ് ഉണ്ട്. മൾട്ടിപർപ്പസ് കെറ്റിലാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി മുട്ടയൊക്കെ പുഴുങ്ങി റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം. ഈ സമയത്ത് ഞാനത് ആരാക്കി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. മക്കളൊന്നും എണീറ്റിട്ടില്ല, നിസ്കരിച്ചൊക്കെ കിടന്നതാണ് ആദ്യം. അപ്പോൾ ഇനി സ്കൂളിൽ പോകാൻ നേരത്താണ് കേട്ടോ എണീക്കുള്ളൂ. ചോറൊക്കെ ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നേരത്തെ തന്നെ നമ്മളെ കുക്കിങ്ങൊക്കെ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ചോറും അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്യാല, കുക്കിങ്ങൊക്കെ അപ്പം തന്നെ തീർക്കലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും ബിസി ആയിരിക്കുമല്ലോ.
അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പയറും പിന്നെ പച്ചക്കായ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. എനിക്കില്ലേ ഈ പയർ പിന്നെ കോവക്ക അതേപോലെ ഐറ്റംസാണ് വെണ്ടക്ക ഇങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. അങ്ങനെ ചെറുതായി കുറച്ചെടുത്ത് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊണ്ടിരിക്കണ്ടേ. ഇപ്പോൾ രാവിലെയൊക്കെ പോവാൻ സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ആലോചിച്ചിട്ട്. ക്യാബേജൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചോപ്പറിലിട്ടാൽ മതി. ഇതും ചോപ്പറിലൊക്കെ ചോപ്പ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് ചോപ്പ് ചെയ്താൽ എത്രത്തോളം നന്നായിരിക്കും എന്നറിയില്ല. നമുക്ക് വേഗം കറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽക്ക് 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, വലിയ പീസ് മീൻസ് 1 ഇഞ്ച് ഒക്കെ നീളത്തിൽ കേട്ടോ, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടിയും ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഇഞ്ചിയൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽക്കൊരു 10 പീസ് കാഷ്യൂനട്ടും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി അടച്ച് വെച്ചിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ പുഴുങ്ങി ഇത് ഓഫാക്കിയിട്ടതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റിക്ക് നമ്മളിങ്ങനെ കറക്റ്റാക്കി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ സൈഡിലൊന്നും തട്ടാതെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതെടുക്കാൻ പറ്റും. ഞാനത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. വേണമെന്നുള്ളൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് സൈഡിൽ ഞാൻ ഉപ്പേരിൻ്റെ പണിയും കൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനും കൂടിയും വെക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പും തക്കാളിയും പച്ചമുളകും കൂടിയും വേവിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിച്ചെടുക്കും. ഇവിടെ എല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ പരിപ്പ് താളിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമുക്കിത് മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മുട്ട ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പൊട്ടിത്തെറിക്കും. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽക്കില്ലേ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പുതിനയിലയും പിന്നെ അതിൻ്റെ ഇരട്ടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില നമ്മളൊരു കൈപ്പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം.
ഇനിയിപ്പോൾ നമുക്ക് അപ്പം കൂടി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. കണ്ട മാവ് നല്ല പാകത്തിന് പതഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഒരുപാട് പൊങ്ങിയൊന്നും ഇരിക്കില്ല, പക്ഷേ അത് വിചാരിച്ചിട്ട് അപ്പം നന്നാവില്ല എന്ന് വിചാരിക്കരുത്. പിന്നെ ഇതിൽ ഇനി നമ്മളൊന്നും ചേർക്കണില്ല, അതായത് ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടില്ലേ. ഇനി നമ്മളിത് ഇളക്കി മിക്സാക്കി അതിൻ്റെ ആ ഒരു പതഞ്ഞ് വന്നതൊന്നും കളയാൻ പാടില്ല കേട്ടോ. നമുക്കിനി കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്കൊരു 2 പീസ് പട്ടയും ഒരു 4-5 ഗ്രാമ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഉള്ളത്. നമ്മളിതിൽ മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്തിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. പിന്നെ നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ കാഷ്യൂനട്ട് ചേർത്തുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതിനും കൂടിയും കണ്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ട തൈരില്ലേ, പുളിയൊന്നുമില്ലാത്ത, അതൊരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും വേറെ ചേർക്കണില്ല. ഈ ഒരു മുട്ട റോസ്റ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ആ ഓയിലോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ കറിയിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതില്ലേ അത്യാവശ്യം തിക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിളക്കുമ്പോൾ നല്ലോണം പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് അവിടെ കിടന്ന് ഉണങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ തെറിക്കുമ്പോൾ തന്നെ തുടച്ചു എടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു കൈപ്പിടിയും കൂടി മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ക്രീമൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് മിക്സാക്കി അത് ഫ്ലെയിം ഓഫാക്കി അടച്ച് വെച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഈ കറി ഉണ്ടാവുക. ഞാൻ ആ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പം കൂടി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ ആ കറിയിൽ പെട്ടെന്ന് നമുക്ക് ഓരോ സ്റ്റേജിലേക്ക് ആയി വരും. അപ്പോൾ പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ ദാ ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അവർക്കുള്ള ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലാസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലോണം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ലെവലിലെ ഫ്ലെയിം നമ്മൾ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കണ്ടോ, ഒരു 1.5 തവിയൊക്കെ മാവാണ് ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒഴിക്കൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുമ്പോൾ തന്നെ നിറയെ ഹോൾസൊക്കെ ആയിട്ട് വരും. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ. അങ്ങനെ എന്താ പറയുക, ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാം. മൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ട അപ്പത്തിൻ്റെ സൈഡൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ചട്ടി ഭയങ്കരമായിട്ട് ചൂടായിട്ടാണ് നമ്മൾ മാവ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചുറ്റിക്കാൻ പറ്റില്ല കേട്ടോ. ചുറ്റിക്കാൻ നിൽക്കുമ്പോഴത്തേന് അതിൽ നിന്ന് അപ്പം അങ്ങനെ താഴേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ചൂടിലാവുമ്പോൾ നമുക്ക് മാവ് ഒഴിക്കാം. അതേപോലെ തന്നെ ആ മീഡിയം ചൂട് തന്നെ കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കി കഴിയോളം നല്ല അടിപൊളിയായിട്ട് തന്നെ അപ്പമൊക്കെ കിട്ടും. ചിലർക്ക് മധുരം തീരെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ തീരെ മധുരം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഈസ്റ്റ് കറക്റ്റായിട്ട് ഫെർമെൻ്റ് ആവില്ല കേട്ടോ. കുറഞ്ഞ അളവിലൊക്കെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ ഇതിലൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അറ്റൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളൊരു വൈറ്റ് കളറിൽ തന്നെ ഈ അപ്പം ഉണ്ടാവുക. എനിക്കിങ്ങനെ കുറച്ച് മൊരിഞ്ഞ് ആ ഒരു ബ്രൗണിഷായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം ഉണ്ടാക്കുന്നതിനിടയിൽ വേഗം ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ഇവരൊക്കെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഭയങ്കര ഒരു ഹറിബറി ആയി പോവും. ചായ കുടിച്ചതിന് ശേഷം സായറൊക്കെ പിന്നെ മാർക്കറ്റിൽ പോയതായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കനും ബീഫ് മീൻ ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് വാങ്ങൽ. ഒരുമിച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഫ്രീസർ ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കലാണ് കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ ആവശ്യത്തിനുള്ളത് ആക്കിയിട്ടാണ് ഞാൻ എടുത്ത് വെക്കൽ. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ എൻക്വയറിയും വരുന്നുണ്ട്, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിൻ്റെ മൂടിയും എല്ലാം നല്ലതാണ്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെ മൂടി. പിന്നെ എന്താ പറയുക, 2 കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഞാൻ എടുത്തിട്ടുള്ളത് 2 കിലോ ആണ്. പിന്നെ 1 കിലോൻ്റെ 1.5 കിലോൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 4 എണ്ണം ഒരുമിച്ച് വരുന്ന സെറ്റാണ് കേട്ടോ വാങ്ങിയത്. 2 എണ്ണം 3 എണ്ണം 4 എണ്ണം അങ്ങനെയൊക്കെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒതുങ്ങിയിരുന്നോളും. പിന്നെ ഇത് ഡീപ്പായിട്ടുള്ള ബോക്സ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാനും ഈസിയാണ് കേട്ടോ.
വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡീഫ്രോസ്റ്റ് ആയി കിട്ടും. ഞാൻ ഇന്ന് ഫിഷ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറും കറിയും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അതാണ് മക്കൾ കൊണ്ടുപോയിട്ടുള്ളത്. ഫിഷ് ഒരു കൊണ്ടുപോകലില്ല സ്കൂൾക്ക്. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൻ്റെ പാത്രം ഞാൻ ഫ്രിഡ്ജിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, ഫ്രീസർക്ക് വെക്കണില്ല. അത് ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് മീൻ പൊരിക്കുള്ളൂ. പിന്നെ അതെല്ലാം കൂടി നമുക്കിപ്പോൾ ഒരു ദിവസത്തിന് ആവശ്യമില്ല. ഞാനത് ഇങ്ങനെ എന്താ പറയുക പൊരിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ബോക്സ് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാമെന്നാട്ടോ വിചാരിക്കണത്. അങ്ങനെ കുട്ടികളും പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് അവരൊക്കെ പോകാനും റെഡി ആയിട്ട് വരും. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരൊക്കെ പോകും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേന് കിച്ചണിൽ ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. പിന്നെ ബെഡ്റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കിടന്ന റൂമിലൊക്കെ ഓരോന്നെ ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ പോവൽ. പിന്നെ ഈ ഒരു എഗ്ഗ് കറീൻ്റെ പേര് അഫ്ഗാനി എഗ്ഗ് കറി എന്നാണ് കേട്ടോ. സംഭവം വിദേശിയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ എന്നുണ്ടെങ്കിലും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനായിരിക്കും. എനിക്ക് 9:30ക്കാണ് കേട്ടോ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ടാണ് കേട്ടോ പോവൽ. കാരണം നമ്മളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി പരന്നിറക്കുന്ന കാണുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങും എല്ലാം കഴിഞ്ഞല്ല. പിന്നെ ഇനി മീൻ പൊരിക്കാനേ ഉള്ളൂ വന്നിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം നീറ്റാക്കി സ്റ്റവൊക്കെ തുടച്ച് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടിടും. പിന്നെ ഇനി അടിച്ചു വരാനൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വന്നിട്ടാണ് കേട്ടോ ചെയ്യുക. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെ വീട് മാക്സിമം നീറ്റാക്കി ഇട്ടിട്ട് പോകാനാണ് കേട്ടോ നോക്കൽ. നമുക്ക് എല്ലാം കൂടി ഒന്നും ഒപ്പിച്ച് പോകാനൊന്നും സമയം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ട് പോകും. കാരണം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നീറ്റായിട്ട് കാണുമ്പോൾ, ഡോർ തുറക്കുമ്പോൾ തന്നെ ടേബിളൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലേ ഉള്ളിലേക്ക് കയറി വരാൻ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പോകാൻ സമയത്ത് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റിക്കുകൾ ഞാൻ എപ്പോഴും കളക്ട് ചെയ്യും കേട്ടോ. അതിങ്ങനെ കത്തിച്ച് വെച്ചാൽ നമ്മൾ വന്ന് അടച്ചിട്ടിട്ട് പോകുന്ന വീടല്ലേ. അപ്പോൾ വന്ന് കയറുമ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ വന്ന് കയറുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ് ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവും നമ്മളെ വീട്ടിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ. ഒരു 12 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ. ബാക്കി വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.